ഹലോ, നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടാലോ? കായംകുളം വരെ ഒന്ന് പോയിട്ട് വരാം. ഈ കഥ ഇങ്ങനെ വെച്ചേക്കുന്ന മൊത്തവും പട്ടിശല്യമാണ്. എൻ്റെ എത്ര ചെരുപ്പാണ് പട്ടി കൊണ്ടുപോയത്. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. നന്ദുവിനെയും സോനുവിനെയും കൂടെ കുഞ്ഞമ്മയുടെ അങ്ങോട്ട് വിട്ടിട്ട് ഞാൻ നേരെ കായംകുളത്ത് വെച്ച് പിടിച്ച് പെട്രോൾ അടിക്കാം, അല്ലെങ്കിൽ വഴിയിലെങ്ങാനും വണ്ടി കിടന്നാൽ തള്ളേണ്ടി വരും. അവിടെ ചെന്നപ്പോൾ ടോക്കൺ 507, അവിടെ 340. പിന്നെ കട്ട പോസ്റ്റായിരുന്നു. 2-3 മണിക്കൂർ എന്തൊക്കെ കാട്ടിക്കുട്ടിയാണ് കളഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ചീട്ട് സംഘടിപ്പിച്ച് ഓടിച്ചാടി വന്നപ്പോൾ ഡോക്ടർ പോയി. പിന്നെ അവിടെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിന് ശേഷം ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല, അത്രയും നേരമില്ലാത്ത ആൾക്കാരായിരുന്നു. പിന്നെ ഒരു ശബ്ദം കിട്ടി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഭയങ്കര വഴക്ക്. അമ്മ ആ കവറ് തുണി സാധനമായിട്ട് കയറുന്നതിൻ്റെ വഴക്കാണ് അവിടെ നടന്നത് മൊത്തം. എന്തൊരു വഴക്കാണ്! ഈ സെക്യൂരിറ്റിമാർക്ക് ഒരു മാറ്റമില്ലെന്ന് അപ്പം മനസ്സിലായി. പിന്നെ ഫുഡ് കഴിക്കാൻ ചെന്ന് നമ്മുടെ ചാരുമുട്ടി ശ്രീലക്ഷ്മി ഒന്നും പറയാനില്ല, സെറ്റപ്പ് ബിരിയാണി, അടിപൊളി. അങ്ങനെ മാക്ക് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കലാണ് ചേച്ചി എനിക്ക് വീണ്ടും പ്രഥമൻ കൊണ്ടുതന്നത്. പ്രഥമൻ ഒരു വികാരമായതുകൊണ്ട് ബിരിയാണിയുടെ പുറത്ത് പ്രഥമനും കൂടെ കുടിച്ചു. എന്നിട്ട് ഇതാണ് ശ്രീലക്ഷ്മി, കണ്ട ചാരുമുട്ടി ശ്രീലക്ഷ്മി. പിന്നെ നന്ദുവിനെ കുഞ്ഞമ്മയുടെ അങ്ങൊന്ന് വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. പിന്നെ വൈകിട്ട് നന്ദുവിന് വീണ്ടും ചെരുപ്പ് മേടിക്കാൻ ഇറങ്ങി. എന്താണെന്നറിയത്തില്ല, വീട്ടിലിരിക്കാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തു പോന്നു. ഇപ്പോഴല്ലേ പറ്റൂ. പിന്നെ അങ്ങനെ അവിടെ ചെന്ന് ഞാനും നന്ദും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകും. പാട്ടൊക്കെ നന്ദു പാടും ഇടയ്ക്കിടയ്ക്ക്. ഇന്നെന്തോ പറ്റി പാടിയില്ല, എല്ലാവരും ആഡ് ചെയ്ത് തരായിരുന്നു. പിന്നെ ഒരു ചെരുപ്പോടെ പോയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പിന്നെ ചായ നീണ്ട ലിസ്റ്റുകൾ കേട്ട് ഞാൻ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാനാ? ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടാ, ബൈ ബൈ.